ഉണ്ട് മിന്നു. ദാ ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്ക. അതെന്താ? എന്തു പറ്റി മിയ? ഇവിടെ മൊത്തം കൊതുക. കടി കൊണ്ടിട്ട് വയ്യ. തുള്ളിയാണെങ്കിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. ചങ്ങാതിമാരെ, തുള്ളി എത്തി? അല്ല, രണ്ടാൾക്കും ഈ കുറ്റിക്കാട്ടിൽ എന്താ പണി? കൊതുക് കടി കൊള്ളാതിരിക്കാൻ ഒളിച്ചിരിക്കുക. അതിന് ഇങ്ങനെ കയറി ഒളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ എന്താ ചെയ്യാ തുള്ളി? പറയാം, ഇനി ഇറങ്ങി വരൂ രണ്ടുപേരും. ഞാൻ മിയക്ക് കൂട്ടിരുന്നതാ, കൊതുകിനെ പേടിച്ചിട്ടൊന്നല്ല കേട്ടോ. മിന്നു, നിന്നെ കൊതുക് കടിച്ചാൽ നീയും ഇങ്ങനെ ഒളിച്ചിരിക്കും. ആ തുള്ളി, ഈ കൊതുകുകൾ എന്തിനാ ഇങ്ങനെ മനുഷ്യരെ കടിച്ച് പറിക്കുന്നത്? മിയക്കൊരു കാര്യം അറിയോ? ആൺകൊതുകുകൾ കടിക്കൂല, പെൺകൊതുകുകളാണ് അപകടകാരികൾ. അപ്പോ ഈ പെൺകൊതുകുകളാണ് നമ്മളെ കടിച്ച് അസുഖങ്ങൾ പരത്തുന്നതല്ലേ? അതെ അതെ, ആൺകൊതുകുകളുടെ ഭക്ഷണം ചെടികളുടെ ചാറും തേനുമൊക്കെയാണ്. പാവം ആൺകൊതുകുകൾ. പെൺകൊതുക് ഒരൊറ്റ കടിക്ക് ഒരാഴ്ചത്തേക്കുള്ള രക്തം കുടിച്ചെടുക്കും. ആൺകൊതുകുകൾ അപ്പോൾ ചോര കുടിക്കാറേയില്ല എന്നല്ല, അപൂർവം ചില ഇനങ്ങളിൽപ്പെട്ട ആൺകൊതുകുകൾ ചോര കുടിക്കും. അയ്യോ, ദാ കൊതുക് വരുന്നു, ഓടിക്കോ. കൊതുകിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. കൊതുകുകളെ നശിപ്പിക്കണം, വളരാതിരിക്കാനും നോക്കണം. അതെങ്ങനെയാ കൊതുക് വളരാതിരിക്കുന്നത്? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് തുള്ളിപ്പാഠം പഠിക്കാം, എന്നിട്ട് കൊതുകിനെ ഓടിക്കാൻ പഠിക്കാം. ഇന്നത്തെ തുള്ളിപ്പാഠത്തിൽ ഏത് അക്ഷരമാണെന്ന് നോക്കാം. തുള്ളിപ്പെൻസിൽ റെഡിയായോ? മഴവില്ല് പോലെ ഇതാ ഒരു റാ എഴുതുക. എന്നിട്ട് വരയിൽ തൊട്ട് നേരെ ഒരു വര വരയ്ക്കുക. ഇത്രയും നീളം എഴുതി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് വരയ്ക്കുക. പിന്നെ വീണ്ടും ഈ വരയിലൂടെ താഴേക്ക് വന്ന് വീണ്ടും ദാ ഇങ്ങനെ വരച്ചെഴുതിയാൽ എ ആയി. ഒന്നുകൂടെ എഴുതി നോക്കാം. ദാ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വളച്ച് ഇങ്ങനെ നീട്ടി ഇതാ ഇങ്ങനെ വന്ന് താഴേക്ക് പോയി പിന്നെ ഇങ്ങനെ വളച്ച് ഒരു റാ ഇട്ടാൽ എ ആയി. എങ്ങനെയാ? ഒന്നുകൂടെ കണ്ടാലോ? എ വെച്ച് ഒരു മൃഗമുണ്ട്. ഏതാണല്ലേ? എരുമ. പിന്നെ എലി. പാഠം കഴിഞ്ഞല്ലോ. ഇനി കൊതുകുകളിലേക്ക് വരാം. കൊതുകുകൾ രക്തം കുടിക്കുക മാത്രമല്ല, അവയുടെ ഉമിനീര് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നുമുണ്ട്. ആ ഉമിനീരല്ലേ തുള്ളി നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നത്? അതെ, ഈ കൊതുകുകൾക്ക് സൂചി പോലെ 2 കുഴലുകളുണ്ട്. ഈ കുഴലുകളിലൂടെ ഉമിനീരിനൊപ്പം അസുഖവും നമ്മുടെ ശരീരത്തിലെത്തും. അയ്യോ, ഈ കൊതുക് പറന്ന് പറന്ന് ഏതെങ്കിലും അസുഖമുള്ള ആൾക്കാരെ കടിച്ചിട്ടാണ് നമ്മളെ കടിക്കുന്നതെങ്കിലേ നമുക്ക് അസുഖം ഉണ്ടാവൂ കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പേടിക്കണ്ട. കൊതുകുകളെ കാണാതെ ഒളിച്ചിരിക്കാലേ. അപ്പം മിന്നുനും പേടിയായോ? കൊതുകിനെ എല്ലാവരും പേടിക്കണം അല്ലേ തുള്ളി? കൊതുകുകൾ അപകടകാരികളാണ്. എന്ന് വെച്ച് കൊതുകിനെ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. പക്ഷെ മിയ, പുറത്തിറങ്ങിയിട്ടേ ഒളിച്ചിരിക്കുകയാണോ വേണ്ടത്? ആദ്യം കൊതുകുകളെ എങ്ങനെയാണ് തുരത്തുക എന്നല്ലേ നോക്കേണ്ടത്. രോഗം വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കൊതുകുകളാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇവ മുട്ടയിടുന്നു. ലാർവയായും പിന്നെ പ്യൂപ്പയായും 5 മുതൽ 14 ദിവസത്തിനുള്ളിൽ വളർച്ച പ്രാപിച്ച് കൊതുകായി മാറുന്നു. ചിരട്ടകൾ, ചെറിയ പാത്രങ്ങൾ, മുറിച്ചെടുത്ത മുളയുടെ ബാക്കിയാകുന്ന കുറ്റി, ഉപേക്ഷിക്കപ്പെട്ട ടയറുകൾ, അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള എന്തിലും ഇവ മുട്ടയിടും. മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഇടങ്ങളിലും ചാണകക്കുഴികളിലും ഇവ പെറ്റുപെരുകാറുണ്ട്. കൊതുക് നിവാരണം രോഗനിവാരണത്തിന് അത്യാവശ്യമാണ്. ഇനി നമുക്ക്
ഈ കൊതുകിനെ ഓടിക്കാനുള്ള വഴി പറയാം, അല്ലേ തുള്ളി? പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, ചിരട്ടകൾ ഇവയൊക്കെ വലിച്ചെറിയുമ്പോൾ നമ്മൾ എല്ലാവരും സൂക്ഷിക്കണം. കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളത്തിൽ പോലും കൊതുകുകൾ മുട്ടയിടും, അല്ലേ? ശരിയാ മിന്നു. ഇന്നാണ് നമ്മൾ ആ റബ്ബർ തോട്ടത്തിൽ പോയപ്പോ കണ്ടില്ലേ, ചിരട്ടയ്ക്കകത്ത് വെള്ളം, അതിനകത്ത് കൂത്താടിയും ഉണ്ടായിരുന്നു. ആ ചിരട്ട കമഴ്ത്തി വെക്കാമായിരുന്നു, അല്ലേ? വീടിന് പരിസരത്ത് കാട് വളരാനോ വെള്ളം കെട്ടിക്കിടക്കാനോ അനുവദിക്കില്ലേ. പിന്നെ നിങ്ങൾക്കറിയോ, സന്ധ്യാനേരത്താണ് കൊതുകുകൾ കൂട്ടമായി എത്തുക. ആ നേരത്ത് കൊതുകുകളെ അകറ്റാൻ കുന്തിരിക്കവും അഷ്ടഗന്ധവും ഒക്കെ കത്തിച്ചാൽ മതി കേട്ടോ. വേറെയും ചില മാർഗങ്ങളുണ്ട്. വേഗം പറ തുള്ളി. തുമ്പ, തുളസി, കരിനൊച്ചി, മഞ്ഞളില, ആര്യവേപ്പില, അതൊക്കെ കണ്ടിട്ടില്ലേ? ആ ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവയൊക്കെ ജനലുകളിലും വാതിലുകളിലും തൂക്കിയിട്ടാ കൊതുകിനെ അകറ്റാം. ചങ്ങാതിമാരെ, കൊതുകിനെ തുരത്താനുള്ള സൂത്രങ്ങളെല്ലാം കിട്ടിയില്ലേ?